ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അപമാനിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവ് PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറ് നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തലയിൽ ചാണകമുള്ള, തലച്ചോറിന് പകരം ചാണകമുള്ള ഒരു നേതാവാണ് ഈ PC ജോർജ്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വായിൽ കിട്ടുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു ചാണകമായി മാറിയിരിക്കുകയാണോ ശ്രീ PC ജോർജ് എന്ന് പറയുന്നയാൾ. ഇയാൾ ഇതിനു മുമ്പ് പൂഞ്ഞാറിൽ നിന്നുള്ള MLA ആയിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവനെ രണ്ടാം അംഗത്തിൽ തോൽപ്പിച്ച് കളഞ്ഞതിന്. വളരെ നന്ദി. അല്ലെങ്കിൽ ഇവൻ നിയമസഭയിൽ പോയിരുന്ന് ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ പറഞ്ഞേനെ. ഇവൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കന്യാസ്ത്രീകളെ കുറിച്ച്, കേരളത്തിലെ കന്യാസ്ത്രീകളെ കുറിച്ച് ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഇവൻ കന്യാസ്ത്രീകളെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ചത്. ഇപ്പോൾ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിരിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ഇത്തവണ ഇവൻ വാതുറന്ന് അലവലാതിത്തരം ഊളത്തരം പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജി ഒന്നും ചെയ്തില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടിയെന്ന്. ഇത് ഇവന്റെ മറുപടി ഉത്തരവല്ല. ഇവനല്ല ഈ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാണകങ്ങളുണ്ട്. അവര് പറഞ്ഞു കൊടുത്ത ആ വാചകങ്ങൾ ഇവൻ വായിട്ടലയ്ക്കുകയാണ്. ചുമ്മാ ചീത്തപ്പേരുണ്ടാക്കല്ലേ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നീ ചീത്തപ്പേരുണ്ടാക്കല്ലേ ജോർജെ. നീ ക്രിസ്ത്യാനികൾക്ക് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. നീ വാ തുറക്കുന്നത് സേഫ്റ്റി ടാങ്ക് പോലെയാണ്. ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. നീ വാ തുറന്നാൽ നാറ്റമാണ്. ഇത് നിന്റെ മോഹന്റെ BJP നേതാവായ ഷോണിന്റെയും രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ഭവിക്കും അവനും.